കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും കാണുന്നില്ല അല്ലേ? നമുക്കിന്ന് ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയാലോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഓർഗനൈസർ ഉണ്ടാക്കാനൊന്നും അറിയില്ല. നമ്മളൊന്ന് തട്ടിക്കൂട്ട് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസർ എന്ന് പറയാം. നമ്മൾ ഇവിടെ 2 പീസസ് കാർഡ്ബോർഡ്സ് എടുത്തിട്ടുണ്ട്, വൈറ്റ് കളറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കാർഡ്ബോർഡ് എടുക്കാന്നേ. എനിക്കിപ്പം വൈറ്റേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് വൈറ്റ് എടുത്തേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തേനെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇനി നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു കാർഡ്ബോർഡ് ഇതിൻ്റെ നടുക്കായിട്ട് വരുന്ന രീതിക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല ഒരു ഓർഗനൈസറാണ്. ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു പശ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പശ ഞാൻ അന്നൊരിക്കൽ പർച്ചേസിന് വേണ്ടി പുറത്തായപ്പോഴത്തേക്കും ഈ ഒരു പശ മേടിച്ചിട്ടുണ്ട്. മറ്റേ പശ കഴിഞ്ഞു, അതിൻ്റെ എല്ലും കുട്ട് വരെ പുറത്തേക്ക് വന്ന അവസ്ഥ കാണിച്ചത്. ഞാൻ മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിൽക്കണേ ക്ലിയറായി. അങ്ങനെ നമ്മൾ പുതിയ പശയൊക്കെ മേടിച്ചു. ഇനി നമുക്ക് ഉദ്ഘാടനം ചെയ്താലോ? ഉദ്ഘാടനം ചെയ്യാണ്. ബിസ്മില്ലാ. ചെയ്തോട്ടില്ല, ഇതൊട്ടിച്ചാലേ ചെയ്യുള്ളൂ. ഇതിൻ്റെ ഉണ്ടാക്കി ഇതെന്തോ ഇങ്ങനത്തെ കളറ്. പക്ഷെ എന്നല്ലോ ഗൈസ്, നമ്മളെ പറ്റിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തൊരു കളർ പോലെ തോന്നിക്കുന്നു ഗൈസ്. ഇതെന്നാ ബബിൾസ് ഒക്കെ വരുന്നത്? പക്ഷേ ഇന്ന് ബബിൾ വരുമോ? ഗൈസ് നമ്മളെ പറ്റിച്ചു. ഇങ്ങനെയല്ലല്ലോ, പക്ഷെ എന്നെ പറ്റിച്ചു ഗൈസ്. ഇത് നോക്കാം ക്ലിയർ ആയിട്ട്. ഇത് ഫെവിക്കോളല്ല, നമ്മൾ ഫെവിക്കോൾ മേടിച്ചിട്ട് അന്ന് മേടിച്ച ഫെവിക്കോൾ നോക്കിയാ നമ്മളൊരു ഒട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ പെട്ടു. ഒട്ടുന്നില്ലെങ്കിൽ ഞാൻ നാളെ പോയിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? തിരിച്ച് വാങ്ങിക്കോന്ന് അറിയില്ല. ഗൈസ് ഒട്ടുന്നുണ്ട് തോന്നുന്നില്ല ഗൈസ്. ഒട്ടുന്നേ ഇതൊട്ടോ. കുറച്ച് സമയം ഇങ്ങനെ പെട്ടിച്ചേക്കാം. അവിടെ ഒട്ടുന്നില്ലടേ. നമ്മൾ കുറച്ച് സമയം പിടിച്ചു നിന്നിട്ട് ഒട്ടുന്നില്ല. വാട്ട് ഹാപ്പൻ? ഒരു കടലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് തൽക്കാലം ഇന്ന് തുടക്കലേ മാറുള്ളൂ. നാളെ തിരിച്ച് കൊണ്ട് കൊടുക്കേണ്ട വെയിറ്റ് ഒന്നും. അതാ പേപ്പർ തന്നെ. നമുക്ക് തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കാം കേട്ടോ. തൊട്ടുന്നില്ലല്ല, ഇത് ഫെവിക്കോൾ തന്നെ.
എൻ്റെ കൈക്കുണ്ടല്ലോ ഫെവിക്കോൾ തേച്ചുകൊണ്ട് മറ്റേ ഇങ്ങനെ ഒരു ഇങ്ങനെ ചേറുമല്ല ഇവരെ ഈ കാർബോർഡിൻ്റെ അവസ്ഥ ഇങ്ങനെ പെയിൻ്റ് അടിക്കണം. ഇത് വേറെ വഴിയില്ല ഗൈസ്, നാളെ പോയി മാറ്റി മേടിക്കണം. ഇതിൻ്റെ അവസ്ഥ ഒട്ടുന്നില്ല. ഒട്ടാത്ത പശനെ പൊട്ടിക്കാനല്ലോ അല്ലേ? ഒട്ടാത്ത പശന എങ്ങനെയാണ് കൈസ് പൊട്ടിക്കുന്നത്? ഒട്ടാത്തൊരു പശനെ നമുക്ക് പൊട്ടിക്കാൻ കഴിയില്ല. മൊത്തം കച്ചറായി. കാർബോർഡിൻ്റെ അവസ്ഥ നോക്കൂ, ഇവിടെ നോക്ക്. കുഴപ്പമില്ല ഗൈസ്, ഈ കാർബോർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. പെയിൻ്റ് അടിച്ചെടുക്കാം. ഇവിടെ നോക്കി, ഇവിടെ കുഴപ്പമില്ല. ഇത് ഇങ്ങനെ വെച്ചാലാ, ഇതിങ്ങനെ വയ്ക്കാം. ഇതാണ് നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ഇഷ്ടം. ഇതന്നെ ഒന്ന് മുറിക്കാം. അത്രയും നമുക്ക് മുറിക്കാം, കുഞ്ഞു കുഞ്ഞു പീസാക്കാം. എനിക്കിപ്പോൾ എന്താ പറയുക, ഓർമ്മ വരുന്ന ഞാനിപ്പം പശ വെച്ചിട്ട് ഇത്രയും ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരുണ്ട് എൻ്റെ ഭർത്താവൻ. അതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. പശ മേടിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ മുമ്പല്ല, ഇന്ന് മുമ്പൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിവിടെ ഇത് സക്സസ് ആയ മോളെ പൊളിക്കും. സക്സസ് ആയിട്ട് മോനെ ഞാൻ പൊളിച്ചില്ല, അത്ര തന്നെ. എനിക്കുണ്ടല്ല ഇങ്ങനെ വെറുതെ സംസാരിച്ചു എന്തൊക്കെയാ. ഇതാണ് അവസ്ഥ. ഗൈസ് ഇതാണ് ഇതിൻ്റെ അവസ്ഥ. കണ്ടില്ലേ ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ പക്ഷെ ഇങ്ങനെ ഒട്ടിക്കണം. അടുത്ത സൈഡ് ഒട്ടിക്കാം. നമുക്ക് വീണ്ടും ഡബിൾ സൈഡ് ടാപ്പ് മുറിക്കണം. ഈ ഓർഗനൈസറിൽ പ്രത്യേകിച്ച് എനിക്കൊന്ന് വയ്ക്കാൻ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേ. ഓർഗനൈസർ നമുക്കെന്താ വയ്ക്കണ്ടേ? ഒന്നും വെക്കണ്ടെന്ന് നിങ്ങളൊക്കെ പറയുന്നത് അത് നടക്കത്തില്ല. എന്നോട് പറയാം, ചില ആൾ പറയും വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെന്താ വട്ടായ വട്ടൊന്നുമില്ലെന്നേ വിചാരിച്ചോ എന്നെപ്പറ്റി. ഈ കൈക്ക് തന്നാണ് ഗൈസ് ഒട്ടിക്കുന്നോ കണ്ട. അല്ല തീരാട്ടി
പിന്നെ ഒരു ഡബിൾ സൈഡ് ടാപ്പും കൂടെ മുറിക്കണം. നടുക്കൊട്ടിക്കണ്ടേ? ഞാൻ തന്നെ എന്തൊരു പൊട്ടത്തിയാണ്. എന്നെ തന്നെ പറയാം, ഞാൻ പൊട്ടത്തി. എന്തൊരു പൊട്ടത്തിയാണ് പൊട്ടത്തി. കിട്ടി കിട്ടി, നമുക്കും കിട്ടി, നമുക്കും കിട്ടി. ഓക്കെ, നൈസർ കിട്ടിയിട്ടില്ലല്ലോ. ഒന്ന് സന്തോഷിക്കാൻ കേട്ടാ. എന്തടി ഞാൻ സന്തോഷിച്ച സങ്കടമില്ല. എനിക്കുണ്ടല്ലോ ഇങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. ഒന്നും ഇല്ലാണ്ടുണ്ടാക്കാൻ എനിക്കിഷ്ടമേ അല്ലല്ല. ഗായ്സ്, ഇനി പക്ഷേ ഇനി വീണ്ടും അടിക്കണ്ടല്ല. ഇനി ഒരു പ്രശ്നമുണ്ട് ഗായ്സ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഒട്ടിക്കണം. എന്നാൽ ഇത് ശരിക്കും നല്ല വൃത്തിയില്ല ഓർഗനൈസറാകും ഗായ്സ്. ഇപ്പം ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഗായ്സ്. ഇങ്ങനെ പൊന്തിക്കൊണ്ടിരുന്നു ഗായ്സ്. ഇത് നമുക്ക് എപ്പം വേണമെങ്കിലും നല്ല രസമില്ല ഗായ്സ്. നമുക്കിനി ഒരു കാർഡ്ബോർഡും കൂടെ മുറിക്കണം. ഇതിനി നമുക്ക് ഫോൺ വീണ് പോയി, കുഴപ്പമില്ല. വീണ്ടും വീണ് പോയി. നമുക്കിതൊന്ന് ശരിക്കും റെഡിയാക്കണം ഗൈസ്. കുറച്ച് ഞാനും ഫോണും കുറച്ച് സമയത്തേക്ക് യുദ്ധത്തിലായിരുന്നു. ഇപ്പമാണ് ഒരു യുദ്ധം കഴിഞ്ഞത്. ഇതിപ്പിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. പിന്നെ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് കണക്കൂടാന്ന് മുറിക്കാം. പ്രത്യേകിച്ചാരും പഠിപ്പിച്ചേരേണ്ടതില്ലല്ലോ. അയ്യോ, ഇനിയും ഞാൻ കഷ്ടപ്പെട്ടെ. അടുക്ക്. ഇനിയും 2 പീസസ് വേണം. എന്തിനാ? കാട് മലാക്കുന്ന 2 പീസസ്. ഒരു ഭ്രാന്തുകളെ ഡോറൻ്റെ ഇവിടെ പരീക്ഷിക്കുന്നു. ഇവിടെ ചെറിയൊരു ഒച്ചയൊക്കെ കേൾക്കാം. അതൊന്നും കാര്യമാക്കേണ്ട. പിന്നെ നമുക്കിതൊന്ന് അടിച്ച് കൊടുക്കണ്ടല്ലോ. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിക്കാം. ഇതാണ് നമ്മളുടെ ഇഷ്ടം. ഇങ്ങനെ പറിക്കാം, എന്നിട്ട് നട്ടേക്ക് ലയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിക്കാം. ഇതണ്ട ഡബിൾ സൈഡ് പറിക്കാൻ അറിയാത്തവരെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കുക. ഇങ്ങനെയൊന്നും വേണ്ടട്ടാ, വെറുതെ ഇങ്ങനെ അടിച്ചാലും മതി. നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കണമല്ലോ. എൻ്റെ സംസാരം കേട്ടിട്ടാരും തലകറങ്ങി വീട്ടൊന്നുമില്ലല്ലോ. വീഴൊന്നും വേണ്ട. വീണ ആരും എവിടെയും കൊണ്ടുപോകാനൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നമ്മളുടെ ഓർഗനൈസർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എവിടത്തേക്ക് ഒട്ടിക്കാം? ഫോൺ എന്താ ഇങ്ങനെ വീഴാൻ നിൽക്കുന്നത്? ദേഷ്യം വരുന്നുണ്ടേ. ദേഷ്യം വന്നാൽ വയലൻ്റാവും. ഞാനും കത്രിയും ഭയങ്കര ഫ്രണ്ട്സാണ്. അതുകൊണ്ട് അയ്യോ ആയിട്ടുള്ളൊരു യുദ്ധമാണ്. സാധാരണ യുദ്ധമൊന്നുമല്ല, ഭയങ്കര യുദ്ധമാണ്.
പശ കെട്ടിപ്പിടിച്ചു പറിക്കാൻ കിട്ടി. ഇതാണ് എൻ്റെ പശയുടെ കോലം കണ്ട. അടുത്ത പശയുടെ കോലം കണ്ടില്ലെങ്കിൽ ഇത് കിട്ടവൻ ബേഗിലോകത്ത് വേറെ ആരുണ്ട് എൻ്റെ ഭർത്താവേ. അപ്പം നമുക്കിനിയും എന്താണ് ഇതൊക്കെ ഇവിടെ നിൽക്കുന്നേ. ഇനി ഇത് ബാക്കിലോട്ടേക്ക് നമുക്ക് നമുക്കിതെന്ത് ചെയ്യാമെന്ന് അറിയാമോ? നമുക്കിത് ഇവിടെ മതിലിന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതെ, ഈ മൂന്നെണ്ണം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് മതിലിൻ്റെ ഇവിടെയായിട്ട് നമുക്കൊന്നിങ്ങനെ ഒട്ടിച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിന് കുറച്ച് പണിയാണ്. ഓക്കെ, അപ്പം നമ്മളിതേ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്നിരിക്കും ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയൊക്കെ ഇതും ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഉണ്ടാക്കിയൊരു ലാപ്ടോപ്പ് വെച്ചാലും വിചാരിക്കും കുറച്ച് വലിയ ലാപ്ടോപ്പാണ്. എൻ്റെ കൈസ് എൻ്റെ ക്യൂട്ട് ലാപ്ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് കേട്ടോ. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഈ ഒരു മിനി ഓർഗനൈസർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.